അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാറ്റയുടെ പൂമ്പാറ്റയുടെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലത്തെ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്നിച്ച് കണ്ടാലോ പ്രവേശനോത്സവം. നേരത്തെ തന്നെ അഡ്മിഷനോത്സവം ചെയ്തിരുന്നു പൂമ്പാറ്റക്കുട്ടീൻ്റേത്. അപ്പോൾ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റൂന്നൂത്തിലെ MHM LP സ്കൂളിലാണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ എന്ത് പരിപാടി തന്നാലും കുട്ടികളുടെ മാത്രം ഒരു പരിപാടിയല്ല കേട്ടോ, ആ നാട് മൊത്തം അത് ഏറ്റെടുക്കും. എല്ലാവരും കുട്ടികളെ പുതിയ നവാഗതരെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ. എല്ലാവരും കൂടെ നമ്മളിവിടെ അടുത്തൊരു ജംഗ്ഷനിലോട്ട് പോവാണ് കേട്ടോ. അവിടുന്ന് ഘോഷയാത്രയായിട്ട് വന്നാണ് കുട്ടികളെ നവാഗതരെ സ്വീകരിക്കുന്നത്. സ്കൂളിൽ ജംഗ്ഷനിലോട്ട് പോവാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടുന്ന ടീമാണ് കേട്ടോ ആ തുറന്ന ജീപ്പിൽ പോകുന്നത്. അമ്മമാരൊക്കെ ഒരേപോലെ ഡ്രസ്സിട്ട് മാലാഖമാരെ പോലെ. ഈ തുറന്ന ജീപ്പിലിരിക്കുന്ന ഓരോ കുട്ടികളെയും കണ്ടില്ലേ? പട്ടാളക്കാർ, ഡോക്ടർ, നേഴ്സ്, അധ്യാപകർ, കർഷകർ, അങ്ങനെ. പിന്നെ കുതിരപ്പുറത്തേറിയും ഒരു നവാഗതയായ കുട്ടി വരുന്നുണ്ട് കേട്ടോ. ഓളേറെ സന്തോഷത്തിലാണ്. തുറന്ന ജീപ്പിലും കുതിരപ്പുറത്തൊക്കെ കുട്ടികളും, പിന്നെ അതിലൊക്കെ സന്തോഷമായിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാനൊക്കെ ഉണ്ട് നമ്മുടെ കിവിക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ. ഈ മക്കളൊക്കെ ഇത് കണ്ട് ഒരുപാട് ഹാപ്പിയിലായിരുന്നു. അവരുടെ പേരൻസ് അതിലേറെ ആവേശഭരിതരായിരുന്നു. നാട്ടുകാർ അതിലേറെ ഹരമാർന്ന് അവരൊരുപാട് ആർത്തുവിളികളോടെ നമ്മളെ കുഞ്ഞു നവാഗതരെ സ്വീകരിച്ച് ഒത്തിരി സന്തോഷത്തോടെയാണ്. എല്ലായിടത്തും ചിലപ്പോൾ മറ്റുള്ളവരെ മാറ്റി നിർത്തി ഒരു PTA കമ്മിറ്റിയും രക്ഷകർത്താക്കളും ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് ഒതുങ്ങുന്ന ഒരു പരിപാടി സ്കൂളിനുള്ളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മളൊരു ജംഗ്ഷനിലേക്ക് ഘോഷയാത്രയായിട്ട് പോയിട്ട് അതിൽ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ക്ലബ്ബുകാരും ഒക്കെ കണ്ട് പങ്കെടുത്ത് കുട്ടികൾക്ക് മിഠായിയൊക്കെ വിതരണം ചെയ്ത് എന്തൊരു രസമായിരുന്നെന്നോ. ശരിക്കും ഇതെല്ലാവരും ഉൾക്കൊള്ളിച്ച് നടത്തുമ്പോഴാണ് കുഞ്ഞു മനസ്സുകളൊക്കെ എന്തോരം സന്തോഷം. അവർക്ക് ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഓർമ്മകളായിരിക്കും അതിൽ സമ്മാനിച്ചിട്ടുണ്ടാവുക. കുഞ്ഞു നവാഗതരുടെ മനസ്സിൽ എന്നും ഈ ഓർമ്മകളായിരിക്കും തിങ്ങി നിൽക്കുന്നുണ്ടാവുക. ഒക്കെ പഠിച്ച കാലഘട്ടത്തിൽ എത്ര കുഞ്ഞു കുരുന്നുകൾ ഉമ്മയുടെയും അമ്മമാരുടെയും ഉടുപ്പിലും കയ്യിലും ഒക്കെ പിടിച്ച് കരയുന്നുണ്ടാവും. ഈ ദിവസം ഉണ്ടല്ലോ, ഇന്നേ ദിവസം ഞാൻ ഒരു കുഞ്ഞു കുട്ടി പോലും അവിടെ കരയുന്നതോ ഉമ്മമാരെ കൈ പിടിച്ച് ഓടുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഇതിനുള്ളിൽ ഈ ഒരു എന്താ സംഭവിക്കുന്നത് ഈ ഒരു ആഘോഷത്തിൽ അവർ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു. ഒരുപാട് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. 24, മാതൃഭൂമി, സകലം യൂട്യൂബ് ചാനൽ, അങ്ങനെ ഒരുപാട് ചാനലുകളൊക്കെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോട്ടൊക്കെ ഞാനൊരു അമ്പലത്തിലേക്ക് ഉത്സവത്തിന് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. സ്കൂളുകളിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും കുഞ്ഞു കുട്ടികളെ കിവിയെ കണ്ടിട്ട് ഇത് കിവിയാണോ, കടിക്കുമോ, തൊട്ട് നോക്കുന്നു. അവരെ ആശ്ചര്യം, അവർ നോക്കുന്നതിനുള്ളിൽ മനുഷ്യനാണെന്ന് അവർക്ക് അറിയുന്നില്ല. അവരെ കൊക്കിലൊക്കെ തൊടാൻ ശ്രമിക്കുന്നു, അവർ വിളിക്കുന്നു, ഒരു ചിറകാട്ടാൻ പറയുമ്പോൾ ചിറകാട്ടുന്നു. അവരൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കുഞ്ഞു പൂമ്പാറ്റ അതിലേറെ സന്തോഷത്തിലായിരുന്നു. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതൊരു സ്കൂളിലെ പരിപാടിയാണെന്ന്. അത്രയ്ക്ക് ജനങ്ങളാണ് കേട്ടോ, പേരൻസും നാട്ടുകാരും ടീച്ചേഴ്സും എല്ലാവരുമായിട്ട്. ഇതിപ്പോൾ തിരിച്ച് ഘോഷയാത്ര സ്കൂളിലെത്തുമ്പോൾ ഇതുപോലെ പൂത്തിരികൾ കത്തിച്ച് ആ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷം എത്രയോ ഉണ്ടാവും. കുഞ്ഞുങ്ങളെക്കാട്ടിൽ ഭർത്താക്കൾക്കും നാട്ടുകാർക്കും കാണികളായിട്ടുള്ള എല്ലാവർക്കും എന്തോരം സന്തോഷമുണ്ട്. ആ കുഞ്ഞു മനസ്സിൽ എന്തോരം സന്തോഷമുണ്ട്. അവരെന്തോരം പ്രതീക്ഷയോടെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് എത്തുക. സ്കൂളിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് മധുരമായിട്ട് അവിടെ തന്നെ അന്നാരം ഉണ്ടാക്കി ജിലേബീസ് വിതരണം ചെയ്തിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അവിടെ വന്ന അത്രയും ജനങ്ങൾക്ക് ജിലേബീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ആ സ്കൂൾ മുറ്റത്തെ ജനങ്ങളെ കണ്ടില്ലേ എന്തോരമുണ്ട്. ആ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാമല്ലോ ആ ഒരു സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ആ നാട്ടുകാരോടും പേരൻസിനോടും ഒക്കെയുള്ള സമീപനവും ആ ആഘോഷങ്ങളുടെ ഒരു ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മൾ കുഞ്ഞു മക്കളെ ആനയിച്ചുകൊണ്ട് വരുന്ന ഈ തറവാടെന്ന് പറയുന്ന ക്ലാസ് റൂമിലോട്ടാണ്. ഇതൊരു മാഷ് ഡൊണേറ്റ് ചെയ്തതാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് ആ ഭിത്തികളിൽ ജീവൻ്റെ വരകളാണ് കേട്ടോ, ജീവനുള്ള വരകളാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞു മക്കളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ക്ലാസ് റൂമിലും, ഇങ്ങനെ 2 ക്ലാസ് റൂമാണ് ഇവിടെയുള്ളത്. ഒന്ന് തറവാടെന്നും ഒന്ന് നികുഞ്ചമെന്നും. ഇത് നികുഞ്ചമാണ്. ഇത് കഴിഞ്ഞ വർഷം ഡൊണേറ്റ് ചെയ്ത ക്ലാസ് റൂമാണ്. ഈ 2 ക്ലാസ് റൂമുകളിലേക്കാണ് നമ്മൾ നവാഗതരെ സ്വാഗതം ചെയ്ത് കൊണ്ടിരുന്നത്. ഇതൊക്കെ കാണാം കുഞ്ഞു മനസ്സിന് എന്നും സ്കൂളിൽ തന്നെ വരാൻ തോന്നും അല്ലേ. പിന്നെ കുതിര അവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ ചെന്നിട്ടോ. കുഞ്ഞു പൂമ്പാറ്റയുടെ നോട്ടോ നിൽപ്പോൾ കണ്ട് പിന്നെ ചേട്ടൻ കുഞ്ഞു പൂമ്പാറ്റനെ കുതിരപ്പുറത്തൊക്കെ കയറ്റി കേട്ടോ. ഒരു പേടിയില്ലാണ്ട് നിന്ന സമയത്തൊക്കെ കുഞ്ഞാറ്റക്കുട്ടി ക്ലാസ്സിലായിരുന്നു. കുഞ്ഞാറ്റക്കുട്ടി ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവളും കിവിയുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തു. പൂമ്പാറ്റയ്ക്ക് പിന്നെ ഒരു പേടിയേ ഇല്ലാണ്ടായി. പൂമ്പാറ്റ കുറേ സമയം കിവീൻ്റെ കൂടെ ആയിരുന്നു. പൂമ്പാറ്റ ആ ഹോളിൽ കൂടെ ഒക്കെ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ് മക്കളൊക്കെ. എന്തായാലും ഹാപ്പി ആയാലും അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങനെ മലപ്പുറത്ത് വന്ന് ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം.
നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊക്കെ പ്രവേശനോത്സവങ്ങളും മറ്റൊക്കെ സ്കൂളിൽ നടത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.